പ്രധാനപ്പെട്ട എന്നാൽ ഇന്നത്തെ തിരക്കുപിടിച്ച ലോകത്ത് പലരും മറന്നുപോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ കുടുംബക്ഷേത്രങ്ങൾ അഥവാ തറവാട് ക്ഷേത്രങ്ങൾ. ഇന്ന് നമ്മൾ വലിയ വലിയ ക്ഷേത്രങ്ങളിലും ദൂരെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോകാൻ വലിയ താല്പര്യം കാണിക്കാറുണ്ട്. അത് തീർച്ചയായും നല്ലത് തന്നെ. പക്ഷേ സ്വന്തം കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് കാരണമായ ആ പഴയ കാവുകളെയോ കുടുംബ പരമ്പരകളായി ആരാധിച്ചു പോന്ന ക്ഷേത്രങ്ങളെയോ നമ്മൾ വിസ്മരിക്കുകയാണോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും വേരുകൾ ആഴ്ന്നു കിടക്കുന്നത് അവിടെയാണ്. എന്തുകൊണ്ടാണ് കുടുംബക്ഷേത്രങ്ങൾ ഇത്രത്തോളം പ്രധാനമാകുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പൂർവികർ തലമുറകളായി പ്രാർത്ഥിച്ചു ചൈതന്യം നിലനിർത്തിയ ശക്തിയാണത്. പരമ്പരകളായി കൈമാറി വന്ന ആ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും രക്തത്തിലും ജീവിതത്തിലും ഉണ്ടെന്നാണ് വിശ്വാസം. പലപ്പോഴും ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, എത്ര അധ്വാനിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഫലം കാണാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ആകുലപ്പെടാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ കുലദൈവത്തിന്റെ പ്രീതിയുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിലെ ഐക്യത്തിനും കുട്ടികളുടെ അഭിവൃദ്ധിക്കും രോഗപീഠകളിൽ നിന്നുള്ള മോചനത്തിലും കുടുംബക്ഷേത്രങ്ങളിലെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും വലിയ സ്ഥാനമുണ്ട്. ആ ചൈതന്യത്തെ അവഗണിക്കുന്നത് നമ്മുടെ തന്നെ സംരക്ഷണ കവചത്തെ തകർക്കുന്നതിന് തുല്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജോലിയും തിരക്കുകളുമൊക്കെ ഉണ്ടാകാം. എങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോകാൻ സമയം കണ്ടെത്തണം. അവിടെ വലിയ ആഘോഷങ്ങൾ നടത്താൻ സാധിച്ചില്ലെങ്കിലും അവിടുത്തെ നിത്യപൂജകൾ മുടങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വരും തലമുറയ്ക്ക് ഈ സംസ്കാരവും വിശ്വാസവും പകർന്നു നൽകേണ്ടത് നമ്മുടെ കടമയാണ്. ഇതൊക്കെ വെറും വിശ്വാസമല്ലേ എന്ന് തള്ളിക്കളയുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കുക. നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവികർ കാത്തുസൂക്ഷിച്ച ആ ചൈതന്യം നിലനിർത്തേണ്ടത് നമ്മളല്ലെങ്കിൽ പിന്നെ ആരാണ്? നിങ്ങളുടെ തറവാട് ക്ഷേത്രം ഒരുപക്ഷെ ഇന്ന് ജീർണാവസ്ഥയിലാണെങ്കിൽ അത് പുനരുദ്ധരിക്കാൻ എല്ലാവരെയും കൂട്ടി മുൻകൈയെടുക്കുക. അത് നിങ്ങളുടെ മനസ്സിന് നൽകുന്ന ഒരു വലിയ തൃപ്തിയുണ്ട്. അത് മറ്റൊരിടത്തു നിന്നും ലഭിക്കില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു പ്രത്യേക അനുഭൂതിയെക്കുറിച്ച് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.